നമസ്കാരം. തത്വമയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രത്യേകം പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഒന്ന്, ഭാരതം ആയുധമെടുത്ത നക്സലുകളിൽ നിന്ന് പൂർണ്ണമായ മുക്തി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം 2015 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു 10 വർഷങ്ങൾക്കുള്ളിൽ ഭാരതത്തെ നക്സൽ മുക്ത ഭാരതമാക്കി മാറ്റും. കാരണം ഭാരതത്തിലെ ഏതാണ്ട് 128 പ്രദേശങ്ങൾ, അതായത് ഭാരതത്തിൻ്റെ ഏതാണ്ട് 1/3 ഭാഗത്തോളം നക്സൽ ബാധിത പ്രദേശങ്ങളായിരുന്നു, ഭീകരവാദത്താൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. ആ പ്രദേശങ്ങളെയെല്ലാം നക്സൽ മുക്തമാക്കുമെന്ന് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞ ചെയ്തതാണ്. അമിത്ഷാ ആയിരുന്നു അതിൻ്റെ ഒരു 4 ഘട്ടങ്ങളെന്ന് അല്ല, 4 മുനകളുള്ള ഒരു 4-pronged പ്രോഗ്രാം എന്ന് പറയും. അതായത് ശക്തി ഉപയോഗിക്കേണ്ടടുത്ത് ശക്തി ഉപയോഗിക്കുക, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നക്സൽ മുക്തമാക്കിയതിന് ശേഷം അവിടെ ഫോർവേഡ് ഓപ്പറേഷൻ ബേസ് FOBകൾ വയ്ക്കുക, അതായത് പിന്നീടും നക്സൽ വാദം തിരികെ വരാതിരിക്കാനായിട്ട് അവിടെ വികസനങ്ങൾ എത്തിക്കുക. അവിടുത്തെ പ്രദേശങ്ങളിലെ തദ്ദേശവാസികളായിട്ടുള്ള, അതായത് ഈ ഇൻഡിജിനസ് ട്രൈബ് എന്ന് പറയുമല്ലോ, പ്രാദേശികമായി അവിടെ തന്നെ പരമ്പരാഗതമായി അവിടെ താമസിച്ച് വരുന്ന ഗോത്രവർഗ്ഗക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അധികാരങ്ങളും അവരുടെ പ്രത്യേക അധികാരങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു 4 മുഖമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. 4 മുഖ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. 4-pronged പ്രോഗ്രാമായിരുന്നു. ആ പദ്ധതി ഏതാണ്ട് വളരെ വിജയകരമായി തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആയുധമെടുത്ത നക്സലുകൾ, ആ ഭീകരവാദികൾ അവസാനിച്ചു. പക്ഷേ അവരുടെ ആശയങ്ങൾ, ആ നക്സലുകൾ എവിടെ നിന്നാണോ ആശയം ഉൾക്കൊണ്ടിരുന്നത്, ആ ആശയങ്ങൾ ഉത്പാദിപ്പിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ദിമാഗി നക്സലുകൾ ഇനിയും നഗരപ്രാന്തങ്ങളിലും നഗരത്തിനുള്ളിലും നമ്മുടെ സമൂഹത്തിനിടയിലും തന്നെ ബാക്കിയുണ്ട്. അവരെ നേരിടുവാനുള്ള പദ്ധതികളാണ് ഇനി തയ്യാറാകുവാൻ പോകുന്നത്. ഇനി അങ്ങോട്ടേക്ക് അതിനെ ലക്ഷ്യമിട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അമിത്ഷായുടെ 2ാമത്തെ പരാമർശം അല്ലെങ്കിൽ പ്രസ്താവന നുഴഞ്ഞുകയറ്റക്കാരെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹം വളരെ സംശയത്തിനിടയില്ലാത്ത വിധം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഭാരതം ഒരു ധർമ്മശാലയല്ല, ഇവിടെ ആർക്കും വന്ന് കയറി അനധികൃതമായി താമസിക്കാവുന്ന ഒരു സ്ഥലമല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്ക്, സംസ്ഥാനങ്ങളിലെ, ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവികൾക്ക് വളരെ കൃത്യമായ കർശനമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അനധികൃതമായി ഭാരതത്തിൽ താമസിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുവാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളുക, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നുഴഞ്ഞുകയറ്റക്കാരെ ക്രിയാത്മകമായി തടയുന്നതിൽ, അതായത് ഇപ്പോഴുള്ള പുതിയ നുഴഞ്ഞുകയറ്റങ്ങൾ ക്രിയാത്മകമായി തടയുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രേക്ഷകർ ഓർക്കണം, പശ്ചിമ ബംഗാൾ പോലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഭരണം മാറി മമതാ ബാനർജി പുറത്താവുകയും BJP ഭരണം വരികയും ചെയ്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. കാരണം ആസാം മുതൽ പശ്ചിമ ബംഗാൾ വരെയുള്ള അതിർത്തിയായിരുന്നു ബംഗ്ലാദേശ് വഴി പാകിസ്ഥാനികളും ചൈനക്കാരും എല്ലാം നുഴഞ്ഞു കയറുവാൻ ഉപയോഗിച്ചിരുന്നത്. അവിടെ 700ഓളം കിലോമീറ്ററുകൾ മുൾവേലി കെട്ടുവാനുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും, BSFന് നൽകുവാൻ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും മമതാ സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ മമതാ സർക്കാരിനെ പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഭാഗം വളരെ വൃത്തിയായി. സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിലേറ്റ അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 4000 അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കി കഴിഞ്ഞു. ഈ 700 കിലോമീറ്റർ മാത്രമല്ല, ഏതാണ്ട് 1200 കിലോമീറ്ററുകൾ മുൾവേലികൾ കെട്ടുവാനായി സ്ഥലമേറ്റെടുത്ത് BSFന് നൽകുന്ന പ്രക്രിയ വളരെ ത്വരിതഗതിയിൽ നടക്കുകയാണ്. ഇപ്പോൾ മുൾവേലികൾ ഏതാണ്ട് പൂർത്തിയാകാറായി എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ പശ്ചിമ ബംഗാൾ മാത്രമല്ല, കശ്മീരിലാണെങ്കിൽ പോലും, കശ്മീരിൽ ഇപ്പോഴുമുണ്ട് തദ്ദേശീയരായിട്ടുള്ള പ്രാദേശികരായിട്ടുള്ള ജിഹാദി മനസ്കർ, പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഞമ്മൻ്റെ ആൾക്കാരാണെന്നുള്ള രീതിയിൽ അവരെ സഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നുഴഞ്ഞുകയറ്റം ഇപ്പോഴും തെന്നിയും തെറിച്ചുമെന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റത്തെ തടയുവാനും ഏതാണ്ട് അവസാനിപ്പിക്കുവാനും പല പ്രദേശങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന് വിജയകരമായി സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ വസ്തുതകൾ പറയുമ്പോൾ തന്നെ പോലീസ് മേധാവികൾക്ക് അദ്ദേഹം നൽകിയ കർശനമായ നിർദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, അനധികൃതമായി ഭാരതത്തിൽ ഇപ്പോൾ തന്നെ താമസിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുക. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു, പുതിയ ക്രിമിനൽ നിയമങ്ങൾ 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഭാരതത്തിൽ നടപ്പാക്കപ്പെടും. പ്രത്യേകിച്ച് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്.
ഭാരതീയ ന്യായ സംഹിതയുടെ പശ്ചാത്തലത്തിൽ ആ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഏറ്റവും പ്രയോജനമുണ്ടാകാൻ പോകുന്നത് കെട്ടിക്കിടക്കുന്ന കേസുകളിലായിരിക്കും. ശിക്ഷാ നിരക്കുകൾ ഏതാണ്ട് 25% വർദ്ധിക്കുകയും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് സുഗമമായ നടപടികൾ കൈക്കൊള്ളുവാൻ ഈ നിയമങ്ങൾ സഹായിക്കുകയും ചെയ്യും. ഇത് അദ്ദേഹം എന്തിനാണ് നുഴഞ്ഞുകയറ്റക്കാരോട് ബന്ധപ്പെടുത്തി പറഞ്ഞത്? ഭീകരവാദവുമായിട്ട് രാജ്യവിരുദ്ധ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ഒരു ഇഴപിരിയാത്ത ബന്ധം ഈ നുഴഞ്ഞുകയറ്റക്കാർക്കുണ്ട്. അതുകൂടി കൊണ്ടാണ് അദ്ദേഹം ഇത് പറയാതെ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിനോടൊപ്പം അദ്ദേഹം ഈ കാര്യം പ്രസ്താവിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മുടെ ഏതൊരു പഴയ കത്തനാര് പറഞ്ഞതുപോലെ നല്ല സ്വഗവ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് മാത്രമല്ല അവരെ സഹായിക്കുന്നവർക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേക്ഷകർ, മമതാ ബാനർജിയെ പോലെ തന്നെ പലപ്പോഴും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂല മനോഭാവം കൈക്കൊണ്ടിരുന്ന സർക്കാരായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാർ. അവരെല്ലാം കേരളം സംരക്ഷിക്കും, അവർക്ക് കേരള കാർഡ് കൊടുക്കും തുടങ്ങിയ മനോഭാവം പരസ്യമായി തന്നെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങനെ പിടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് BJPക്ക് ബാധ്യതയായി വരുമെന്നുള്ളത് കൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ തുടർന്നോട്ടെ. തന്നെയുമല്ല, ഇവിടെ ഒരു വോട്ട് ബാങ്ക് ആക്കി അവരെ മാറ്റുവാൻ സാധിക്കുമെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അവർ നമുക്ക് പ്രയോജനപ്പെട്ടാലോ എന്നുള്ളൊരു ചിന്തയും കോൺഗ്രസ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ അതേ നയം തന്നെയായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ എന്നതിനെ സംബന്ധിച്ച് സംശയമില്ല. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടി കടന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശക്തമായി അവരുടെ അധികാരം സർക്കാരിനുള്ളിൽ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർക്ക്, പ്രത്യേകിച്ച് ജിഹാദികൾക്ക്, ബംഗ്ലാദേശിലും പാകിസ്ഥാനിൽ നിന്നും വരുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഒരു ശ്രദ്ധ, ഒരു ഒരു സ്പോട്ട്ലൈറ്റ് അടിച്ച് തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ശ്രദ്ധ കേരളത്തെ സംബന്ധിച്ച് ഈ നുഴഞ്ഞുകയറ്റക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. വലിയ അന്വേഷണങ്ങളുണ്ടാകും. ഒരിടയ്ക്ക് കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും അനധികൃതമായി ഇവിടെ കാലാകാലങ്ങളായി താമസിച്ച് വരുന്ന നിരവധി ബംഗ്ലാദേശികളെ കേന്ദ്ര ഏജൻസികൾ പിടികൂടിയിരുന്നു. മിന്നൽ റെയ്ഡുകൾ നടത്തി. പക്ഷേ അതൊന്ന് പെട്ടെന്ന് നിലച്ചതുപോലൊരവസ്ഥ ആ റെയ്ഡുകൾക്കുണ്ടായി. അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് സംസ്ഥാനത്തെ പോലീസിൻ്റെ നിസ്സഹകരണമാണ്. ഒരുപക്ഷെ അതുകൂടി കൊണ്ടായിരിക്കണം സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കർശനമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാരെ സംബന്ധിച്ച് യാതൊരു ദാക്ഷിണ്യവും വേണ്ട. എന്തായാലും ഈ രണ്ട് പ്രസ്താവനകളും ചേർത്ത് വായിക്കുമ്പോൾ ഭാരതം ശോഭനമായൊരു ഭാവിയിലേക്കാണ് നടന്നു കയറുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. നക്സലിസം പൂർണ്ണമായും ഇല്ലാതാകുന്നു. ദിമാഗി നക്സലുകൾ ബാക്കിയാണെന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആയുധധാരികളായിട്ടുള്ള നക്സൽ ഭീകരവാദികൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ സംബന്ധിച്ചും സുവേന്ദു അധികാരിയെപ്പോലുള്ളവർ അധികാരത്തിലേറി ഏതാണ്ട് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ 4000-ഓളം അനധികൃത കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടികളുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് കോടിക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാരുണ്ട് ഭാരതത്തിലെന്ന് പറയപ്പെടുന്നു. അനധികൃത താമസക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിൽ നല്ലൊരു ഭാഗത്തെ പിടികൂടുവാനും പിടികൂടുവാനും പുറത്താക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഭാരതം ഒരു ശോഭനമായ ഭാവിയെ നോക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത ഈ പ്രക്രിയകളും നടപടികളും വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുതന്നെയാണ് അമിത്ഷായുടെ ഈ 2 പ്രസ്താവനകളുടെയും അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.